അടിപൊളി സാരി ലുക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് ലെൻസ് ഏതാണെന്ന് പറയാം. സ്വാതി കോസ്മെറ്റിക്സിൻ്റെ ആണ്. സ്വാതി കോസ്മെറ്റിക്സിൻ്റെ ജെയ്ഡ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ലൈറ്റ് ഒരു ഗ്രീൻ കളർ വരുന്ന ഒരു കോണ്ടാക്ട് ലെൻസ് ആണ്. എൻ്റെ ഐസിൻ്റെ ഏകദേശം ഒരേ കളർ തന്നെയാണ്. കുറച്ചൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് എൻ്റെ ഐസിന്. അപ്പോൾ അത് ഏകദേശം ആ ഒരു സിമിലർ ഷെയ്ഡ് തന്നെയാണ് കോണ്ടാക്ട് ലെൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ മേക്കപ്പിലേക്ക് പോവാം. ഇനി നമ്മൾ ഫേസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് മേക്കപ്പിന് വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പിക്സി ഗ്ലോ ടോണിക് ടോണറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പിക്സിയുടെ ടോണർ വന്നിട്ട് ഒരു കോട്ടൺ പാഡിലേക്ക് 2-3 ഡ്രോപ്സ് എടുക്കുക. ഈ ഒരു കോട്ടൺ പാഡ് വെച്ച് നമ്മൾ ഫേസും അതുപോലെ നെക്ക് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ഓപ്പൺ പോഴ്സൊക്കെ ക്ലോസ് ചെയ്യാനാണിത്. ദെൻ നമ്മൾ ഫർസാലി സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഗ്ലോയി ഫിനിഷ് നമുക്ക് നൽകുന്നു. നല്ലതായിട്ട് മേക്കപ്പ് നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെർമാലോജിക്കയുടെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ പ്രൈമർ ബോബി ബ്രൗണിൻ്റെ മാറ്റ് പ്രൈമറാണിത്. നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഏറ്റവും നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൈമർ. ദെൻ നമ്മുടെ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈമർ കൂടെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ലോണം നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്. ദെൻ നാഴ്സിൻ്റെ കൺസീലർ യൂസ് ചെയ്ത് നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന ഭാഗം നല്ലോണം കവർ ചെയ്യുന്നു. ഈ ഹ്യൂഡ ബ്യൂട്ടി ഐഷാഡോ പാലറ്റിലെ സാൻഡൽ വുഡ് എന്ന് പറയുന്ന ഷെയ്ഡ് അടുത്ത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ ഡാർക്ക് കളറിലേക്ക് പോകാനായിട്ട്. സോഫ്റ്റായിട്ട് ചെയ്യുക. ബ്രഷ് ഇങ്ങനെ റൗണ്ടിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഇങ്ങനെ ഒരു സ്ട്രോക്കായിട്ട് വരയ്ക്കരുത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കണ്ണിനൊരു ഫീച്ചേഴ്സ് കൊടുക്കുവാണ്. ഒരു ക്രീസ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഫോൾഡും ഒക്കെ കുറച്ചുകൂടി എടുത്ത് കാണുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ടടുത്ത കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊക്കോ വെച്ചിട്ട് ഒന്നുകൂടി ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണ്. ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കളർ ടു ലൈറ്റ് കളർ. നമ്മളിവിടെ ഒരു ലൈറ്റ് കളർ വെച്ച് ആദ്യമേ ഷെയ്ഡ് ചെയ്തു. ദെൻ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ കൊടുത്ത് കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി കൊടുക്കുവാണ്. കുറച്ചുകൂടെ നല്ലൊരു ട്രാൻസിഷൻ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ ബ്രഷിലെടുത്ത് നന്നായിട്ട് ഒരു ബ്ലെൻഡ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഒറ്റ ഒരു സ്ട്രോക്ക് ഒരു വര കൊണ്ട് വരച്ച് വയ്ക്കാതെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് റൗണ്ടിൽ നമ്മൾ ബ്രഷിൻ്റെ ഏകദേശം ഒരു ഇവിടെ വേണം നമ്മൾ പിടിക്കാനായിട്ട്. ദെൻ റൗണ്ടിൽ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ട്രാൻസിഷൻ, കുറച്ചുകൂടി ഒരു ഷെയ്ഡ് വന്നില്ലേ, ഡാർക്ക് ടു ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു എഫക്റ്റ് വന്നിട്ടില്ലേ ഇവിടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് നമുക്ക് വേണ്ടത്. എടുക്കാനുള്ള സാരിയൊക്കെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ബ്ലൗസ് നമ്മൾ റെഡിമെയ്ഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. വോട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. അത് വെച്ചിട്ട് നമ്മൾ ക്രീസ് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകണം. ഫസ്റ്റ് നമ്മളിങ്ങനെ ഒരു ബ്രഷിൽ ബ്രഷ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഈ ഒരു കളർ എടുക്കുന്നു. ദെൻ നമ്മൾ ക്രീസിൻ്റെ ഭാഗം കൊണ്ട് ഒന്നുകൂടി വരച്ചു കൊടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡെപ്ത് കിട്ടാൻ, കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എത്രയും വേഗം അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് മറ്റ് ഷെയ്ഡിനോട് നമ്മൾ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ കൺസീലർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ കുറച്ച് വൃത്തിയായിട്ട് എടുക്കാം. നമുക്ക് ഈ ക്രീസ് ലൈൻ മാത്രം കിട്ടിയാൽ മതി ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ നമുക്ക് കൺസീലർ വെച്ച് ക്ലിയർ ചെയ്തെടുക്കാം. ഈ ഐസ് നമ്മൾ നന്നായിട്ട് കൺസീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ക്രീസിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ബ്രൗൺ കളർ നിലനിർത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം കൺസീൽ ചെയ്തെടുക്കുകയാണ്. ദെൻ നമ്മൾ ഈ ഹ്യൂഡ ബ്യൂട്ടി റോസ് ഗോൾഡ് പാലറ്റിലെ മാനിയേറ്റർ എന്ന് പറയുന്നൊരു ഷെയ്ഡ്, ഒരു റോസ് കളറാണ്, ഒരു മജന്ത കളറാണ്. ഈ ഒരു ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു കണ്ണിൻ്റെ ഔട്ടർ കോർണറിലായിട്ട്. മെർക്കുറി പാലറ്റിലെ ഒരു മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അടുത്തതായിട്ട് നമ്മൾ പാക്ക് ഐഷാഡോ പാലറ്റിൽ ഇതൊരു പ്രസ്ഡ് ഗ്ലിറ്റർ ടൈപ്പ് ഐഷാഡോ ആണ്. കുറച്ചധികം ഷെയ്ഡ്സ് ഉണ്ട്. ഗ്രീന്, അതുപോലെ തന്നെ ഗോൾഡൻ കളറ്, അതുപോലെ ഒരു പർപ്പിൾ കളറ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു പർപ്പിൾ കളർ എടുക്കുക. ജസ്റ്റ് ഒരു പർപ്പിൾ കളറ് പ്രസ്ഡ് ഗ്ലിറ്റർ എടുക്കുക. ഇങ്ങനെ തന്നെ ഫിംഗർ വെച്ചിട്ട് തന്നെ എടുക്കാം. പിങ്ക് കളറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പാലറ്റിൽ തന്നെ ഒരു ആൻറ്റിക് ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു സോഫ്റ്റ് ഗ്ലോ ലുക്കാണ് ഈ ഒരു ഐഷാഡോ പാലറ്റ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഒരു ഐ പെൻ ആണ്. ലാഷസ് എല്ലാം ഫിക്സ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഹെവിനെസ് കുറവുള്ള ലാഷസ് വെക്കാം. എനിക്ക് ഇത്ര ഹെവി ആയിട്ടുള്ള ലാഷസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ചൂസ് ചെയ്തത്. ഈ ഇന്നർ വാട്ടർ ലൈൻ ഒന്ന് കാജൽ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുവാണ്. മാക്കിൻ്റെ ഗ്രാഫ് ബ്ലാക്ക് കളർ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫേസ് ചെയ്യാനായിട്ട് ഞാൻ 2 ഫേസിൻ്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വന്നിട്ട് വാം ബേജ് എന്ന് പറയുന്ന ഒരു സ്കിൻ കളറാണ്. എൻ്റെ എക്സാക്റ്റ് സ്കിൻ ടോൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ലൈറ്റ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് ഞാൻ ഇന്ന് കൊടുക്കുന്നുള്ളൂ. ഇത് ഫേസിൻ്റെ ഈ ഫൗണ്ടേഷൻ വന്നിട്ട് HD ഫൗണ്ടേഷൻ ആണ് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇന്നെൻ്റെ സ്കിൻ ബേസ് കൊടുക്കുന്നുള്ളൂ. ലൈറ്റ് കവറേജ് മതി. തൊട്ട് കൊടുക്കുന്നു. ദെൻ മാക്കിൻ്റെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മാക്കിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റാണ്, വളരെ സ്കിൻ ഫിനിഷ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലൈറ്റായിട്ട് മാത്രമേ നമ്മളിത് കൊടുക്കുന്നുള്ളൂ. അധികം മേക്കപ്പ് ഇട്ടു എന്നുള്ളൊരു ഫീല് വേണ്ട. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഐ മേക്കപ്പും ലിപ്പും ഒക്കെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കൂടുതലും സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറാലിറ്റി ഒട്ടും നഷ്ടപ്പെടാതെയുള്ള മേക്കപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാം കൂടി വരുമ്പോൾ ബ്ലഷും അതുപോലെ ലിപ്സ്റ്റിക്കും എല്ലാം കൂടി വരുമ്പോൾ അത്യാവശ്യം ഒരു ഹെവിനെസ് തോന്നും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അധികം ഹെവി ആക്കണ്ടെന്ന് വെച്ചു. ഇതിൻ്റെ സെറ്റിംഗ് പൗഡർ MC40 വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വളരെ മൈൽഡായിട്ടാണ് നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കേക്കി ഫിനിഷ് ആകും. സോ നമ്മൾ വളരെ മൈൽഡായിട്ട് നമ്മൾ മാക്കിൻ്റെ MC40, അതും എൻ്റെ എക്സാക്റ്റ് സ്കിൻ കളറാണ്, അത് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ഐബ്രോ ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോ ചെയ്യുന്നതിനായിട്ട് നമ്മൾ പാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ലിപ് ബാം വെച്ചിട്ടോ അല്ലെങ്കിൽ ലിപ് പ്രൈമർ യൂസ് ചെയ്ത് ലിപ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. പാക്കിൻ്റെ ലിപ് പ്രൈമറാണ്, വളരെ നല്ലൊരു ലിപ് പ്രൈമറാണ്. 1500 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ട്. കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പ് നല്ല സോഫ്റ്റ് ആക്കി വയ്ക്കും. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് വളരെ ലോങ് ലാസ്റ്റ് ചെയ്യും. മാക്കിൻ്റെ ലിപ് ലൈനറാണ്. ബ്യൂട്ടിയുടെ ഐക്കോണിക് എന്ന് പറയുന്ന ലിപ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മൈ ഗ്ലാമിൻ്റെ സ്മാഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ചാർലറ്റ് ടിൽബറിയുടെ ഒരു ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മൾ ചാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ആവട്ടെ കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ അടിഭാഗം നമുക്ക് കുറച്ചുകൂടെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത നമ്മുടെ റോസ് ഗോൾഡ് പാലറ്റിലെ സാൻഡൽ വുഡ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളർ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. പാലറ്റിൽ തന്നെ കൊക്കോ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ബ്രൗൺ കളറും കൂടെ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളർ വേണമെങ്കിൽ ലൈറ്റായിട്ടൊരു ബ്ലാക്കും കൂടെ അപ്ലൈ ചെയ്യുന്നു. യെസ്.
ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാര യൂസ് ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്യുന്നു. മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ബ്ലഷും ഹൈലൈറ്ററും കൂടി ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന എക്കാലത്തെയും എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ്. കണ്ടോ? ഹൈലൈറ്ററായിട്ട് നമ്മൾ സ്മാഷ് ബോക്സിൻ്റെ കോണ്ടോറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡാണ്. ഈ മിഡിലിൽ വന്നിട്ട് ഒരു ബ്രോൺസും അല്ല എന്നാൽ അധികം ബ്രൈറ്റ് ഷെയ്ഡും അല്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നമ്മൾ ഹാൻഡ് ബ്രഷ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് എന്നാലും അധികം ഹൈലൈറ്റർ എനിക്ക് സ്യൂട്ട് ആവത്തില്ല കേട്ടോ. സോ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഹൈലൈറ്റർ കൊടുക്കുന്നുള്ളൂ. ഇവിടെ താഴെയായിട്ട് നമ്മൾ കുറച്ച് ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ ഐ ഷാഡോ ലുക്ക് കംപ്ലീറ്റ് ആകൂ. മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് റെഡി ആയി. ഇനിയും വേണേൽ നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഈ മേക്കപ്പ് ഇട്ട് പുറത്തൊന്നും പോകുന്നില്ല. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു. ഫോട്ടോഷൂട്ട് കഴിയുമ്പം ഇത് അഴിച്ചു വെക്കാനുള്ളതാണ്. സോ ഞാൻ അധികം എൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളൊരു കല്യാണത്തിനോ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം പുറത്ത് പോകുക. അതർവൈസ് സ്വെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ സാരി ബ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് പാർട്ടാണ് ചെയ്യാനുള്ളത്. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് വളരെ ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഹെയർ ബോബ് ചെയ്തതാണ്. കണ്ടോ? ഇത്രയാണ് എൻ്റെ ഹെയർ ലെങ്ത് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫുൾ ഹെയർ പുറകോട്ട് കോംബ് ചെയ്തതിന് ശേഷം ഒരു ബുഷ് വെച്ചിട്ട് ചെറിയൊരു ഡിസ്കോ ബാൻഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈ ചെയ്ത് കെട്ടുവാണ്. ഇതുണ്ടോ? ഈ ഒരു ഡിസ്കോ ബാൻഡ് വെച്ചിട്ട് കെട്ടാൻ പോവാണ്. കെട്ടാൻ മുടിയൊന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇത് കണ്ടോ? ഇത്തിരി ഹെയറേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് കെട്ടുവാണ്. ഇതിൻ്റെ സ്പാർക്കിൾ സ്പ്രേ വെച്ചിട്ട് മുടി നന്നായിട്ട് ഒതുക്കി വയ്ക്കുന്നു. സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുവാണ്. ഫുൾ സെക്യൂർ ചെയ്യുവാണ്. ഈ മുടിയെല്ലാം നമ്മൾ പിന്ന് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുവാണ്. നമ്മളൊരു ചെറിയ ഡോണറ്റാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഡോണറ്റ് ഫിക്സ് ചെയ്തിട്ട് കവർ ചെയ്യാൻ മാത്രം ഹെയർ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഡോണറ്റ് വെക്കുവാണ്. ഡോണറ്റ് വെച്ചിട്ട് യു പിൻസ് കൊടുത്ത് ആ ഡോണറ്റ് എൻ്റെ ഹെയറിലേക്ക് ഫിക്സ് ചെയ്യുവാണ്. ഈ ഒരു നെറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മുടി ഫുള്ളായിട്ട് കവർ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. യു പിൻസ് വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മൾ ഈ ഹെയർ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്ലവർ വെച്ചിട്ട് ആ ഡോണറ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടേച്ച് വരാം. ഫ്രണ്ടിൽ നോക്കി കാണുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുക്കുന്നു. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യുന്നു നമ്മുടെ ഹെയറിലേക്ക്. താഴെയായിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ കൊടുക്കാം. എന്നാലേ നമുക്കത് ഫ്രണ്ടിൽ നോക്കിയാൽ കാണാൻ പറ്റത്തുള്ളൂ. അത് ചെറിയ യൂപ്പിന് കൊണ്ട് ഇരിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നീളമുള്ള വലിയ യൂപ്പിൻസ് എടുക്കുവാണ്. ദെൻ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ സാരി ബ്ലൗസിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ഡെക്കറേഷനാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സാരി കൂടി ഉടുത്തിട്ട് വരാം. മമ്മിയുടെ ഒരു സാരിയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. അപ്പം നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സാരിയൊക്കെ നമ്മൾ ഉടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ സാരിയുടെ ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിലുള്ളത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ജുവലറീസ് ആണ് ഇടാനുള്ളത്. ഇതൊരു കുന്തൻ ടൈപ്പ് ജുവലറിയാണ്. ഇത് ഞാൻ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ പർച്ചേസ് ചെയ്തതാണ്. ഇത് വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. വളരെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നുമല്ല, എറൗണ്ട് ഒരു 600 ആ ഒരു റുപ്പീസിന് കിട്ടിയതാണ്. നല്ലൊരു നെക്ലേസ് ആണ്. ആ ഒരു റുപ്പീസിന് എന്താണെങ്കിലും ഇത് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. ബ്രൈഡ്സിനോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റൈല് പരീക്ഷിച്ച് നോക്കും, കുറച്ചുകൂടി എലഗൻ്റ് ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ആരും അതൊന്നും ബോദർ ചെയ്യാറില്ല. അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ഒരു ഡ്രസ്സ് എടുത്തു, പിന്നെ വീട്ടുകാരൊക്കെ പറയുന്ന അതിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ജുവല്ലറീസ് എടുത്തു, അങ്ങനെയൊക്കെ പലരും ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മൈൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടാറാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചൊന്ന് സെലക്റ്റീവായിട്ട് നിങ്ങൾ ജുവലറീസും അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഗംഭീരമായിരിക്കും. എല്ലാവരും വിചാരിക്കും മേക്കപ്പ് നന്നായാൽ ഔട്ട്ലുക്ക് നന്നായെന്ന്. അത് മാത്രമല്ല, നമ്മുടെ സ്റ്റൈലിംഗ് പാർട്ടുകൾ നന്നായാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്ലുക്ക് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ട്രയലായിട്ടൊന്ന് ചെയ്തതാണ്. ഈ ഒരു നെക്ലേസിന് ഈ ഒരു കളറൊന്നും അത്രയും മാച്ചിങ് അല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഈ മോഡൽ മാച്ചിങ് ആണ് ഈ ഒരു ഔട്ട്ലുക്കിന്. ഈ ഒരു റെഡ് കളറിൻ്റെ സ്ഥാനത്ത് കുറച്ചുകൂടി ഒരു പർപ്പിൾ കളർ വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷേ എനിവേ നമുക്ക് അത്രയും കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോസ് കൂടുതലും ചെയ്യുക. എന്നാലും മാക്സിമം നല്ലൊരു ഔട്ട്പുട്ട് തരാനാണ് ഞാൻ ശ്രമിക്കാറുണ്ട്. മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു കുന്തൻ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഇയറിങ്സും കൂടെ ഉണ്ട്. അതുങ്ങൾ നമുക്ക് ഇടാം. ഇപ്പം ഈ ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ട് 2 ബാംഗിൾസ് ഉണ്ട്, അതുങ്ങൾ ഞാൻ ഇടുവാണ്. പിന്നെ ഒരു റിങ്ങും കൂടെ ഇടുവാണ്. ഇത് ഞാൻ ഇതെന്തോ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ബീഡ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിവേ നമ്മുടെ ഇന്നത്തെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എനിവേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.